നമസ്കാരം. ക്ലൈന്റ് ഡ്രേപ്പിംഗിനെ കുറിച്ചുള്ള സെഷനിലേക്ക് സ്വാഗതം. ഈ സെഷന്റെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ സെഷന്റെ അവസാനം നിങ്ങൾക്കിവ ചെയ്യാനാകും. വിവിധ ടൈപ്പ് ഓഫ് ഡ്രേപ്പിംഗിനെ കുറിച്ച് മനസ്സിലാക്കുക, ഹെയർ ട്രിം ചെയ്യുന്നതിനായി ക്ലയന്റിനെ പ്രിപ്പയർ ചെയ്യുക, ഹെഡ് മസാജിനായി ക്ലയന്റിനെ പ്രിപ്പയർ ചെയ്യുക, മേക്കപ്പിനായി ക്ലയന്റിനെ പ്രിപ്പയർ ചെയ്യുക. ആദ്യം ഡ്രേപ്പിംഗ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു ഉപഭോക്താവിന് സർവീസ് ലഭിക്കുന്നതിന് മുമ്പ് അയാളുടെ അപ്പർ ബോഡിക്ക് ചുറ്റും ഒരു ക്യാപ്പ് ഇടുന്ന പ്രോസസ്സാണ് ഡ്രേപ്പിംഗ്. സ്നാപ്പ് അല്ലെങ്കിൽ വെൽക്രോ ക്ലോഷറസ് ഉള്ള ക്യാപ്പുകൾ, ഡിസ്പോസബിൾ ഡ്രേപ്സ്, റീയൂസബിൾ ഫാബ്രിക് ഡ്രേപ്സ് എന്നിവ ഉൾപ്പെടെയുള്ള സലൂൺസിൽ സാധാരണയായി റേഞ്ച് ഓഫ് ഡ്രേപ്പിംഗ് ഓപ്ഷൻസ് ലഭ്യമാണ്. മുടി, കെമിക്കൽസ്, മറ്റ് പ്രോഡക്ട്സ് എന്നിവയിൽ നിന്ന് ഉപഭോക്താവിന്റെ വസ്ത്രങ്ങൾ സംരക്ഷിക്കുക, അവരുടെ സൗകര്യങ്ങൾ ഉറപ്പാക്കുക, പ്രൊഫഷണലിലും ഹൈജീനിക്കുമായ എൻവിറോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നിവയുൾപ്പെടെ നിരവധി ഉദ്ദേശങ്ങൾ ഡ്രേപ്പിംഗ് സെർവ്സ് ചെയ്യുന്നു. വിവിധ ടൈപ്സ് ഓഫ് ഡ്രേപ്പിംഗുകൾ ഇവയാണ്. ഡ്രൈ ഡ്രേപ്പിംഗ് ക്യാപ്സ് കനം കുറഞ്ഞ നൈലോൺ അല്ലെങ്കിൽ പോളിസ്റ്റർ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത് ദ്രുത സ്പ്രിറ്റ്സിനപ്പുറം കെമിക്കൽസോ വെള്ളമോ ആവശ്യമില്ലാത്ത സേവനങ്ങൾക്കായി ഉപയോഗിക്കുന്നു. വെറ്റ് ഡ്രേപ്പിംഗ് ക്യാപ്സ് വാട്ടർ പ്രൂഫാണ്. അത് ഷാംപൂ വാഷിന് ഉപയോഗിക്കുന്നു. ബ്ലീച്ച്, കളറിംഗ് ഏജന്റ്സ് തുടങ്ങിയ ഹാസർഡോസ് സബ്സ്റ്റൻസസുകളെ കെമിക്കൽ ഡ്രേപ്പിംഗ് ക്യാപ്സ് പ്രതിരോധിക്കും. ചർമ്മത്തിൽ നിന്ന് ഫാബ്രിക് ഒഴിവാക്കുന്നതിന് ക്യാപ്സിന്റെ കോളാറിന് കീഴിൽ ഒരു ടവൽ അല്ലെങ്കിൽ നെക്ക് സ്ട്രിപ്പ് ഉപയോഗിക്കുന്നു. ഹെയർ കട്ടിനായി ഒരു ക്ലയന്റിനെ ഡ്രേപ്പ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഏതെങ്കിലും പ്രൊസീജിയർ ആരംഭിക്കുന്നതിന് മുമ്പ് ക്ലയന്റ് കംഫർട്ടബിൾ പൊസിഷനിലാണെന്ന് ഉറപ്പാക്കുക. അവരുടെ മൊബിലിറ്റി, കംഫർട്ട്, പ്രൈവസി എന്നിവ ശ്രദ്ധിക്കുക. ഈ നടപടി ക്ലയന്റിനെ റിലാക്സ് ആക്കും. സലൂൺ സേഫ്, സെക്യൂർ, പ്രൈവറ്റ്, ഡ്രൈ എന്നിവയായിരിക്കണം. ഉപഭോക്താക്കൾക്ക് ഉപയോഗിക്കാനും ഹാൻഡ് വാഷ് ചെയ്യാനും വാഷ്റൂം ഫെസിലിറ്റി സമീപത്തായിരിക്കണം. പ്രൊസീജിയറിനിടയിൽ എന്തെങ്കിലും ഡിസ്കംഫർട്ട് ഉണ്ടാവാതിരിക്കാൻ ട്രീറ്റ് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ജ്വല്ലറി പോലുള്ളവ നീക്കം ചെയ്യാൻ ഉപഭോക്താക്കളോട് ആവശ്യപ്പെടുക. ഹെയർ കട്ടിനായി ഒരു ഉപഭോക്താവിനെ ഡ്രേപ്പിംഗ് ചെയ്യുമ്പോൾ ഇനി പറയുന്ന ഘട്ടങ്ങൾ സാധാരണയായി പിന്തുടരുന്നു. നിങ്ങളുടെ സപ്ലൈസിൽ നിന്ന് ഒരു സലൂൺ ക്യാപ്പ് അല്ലെങ്കിൽ ഡ്രേപ്പ് എടുക്കുക. ക്യാപ്പ് അല്ലെങ്കിൽ ഡ്രേപ്പ് അൺഫോൾഡ് ചെയ്ത് ക്ലയന്റിന്റെ കഴുത്തിനു ചുറ്റും പൊസിഷൻ ചെയ്യുക. ക്യാപ്പിന്റെയോ ഡ്രേപ്പിന്റെയോ തരമനുസരിച്ച് സ്നാപ്സ്, വെൽക്രോ അല്ലെങ്കിൽ ടൈസ് ഉപയോഗിച്ച് ക്ലോഷർ സുരക്ഷിതമാക്കുക. അത് മൂവ്മെന്റ് റെസ്ട്രിക്റ്റ് ചെയ്യുന്ന വിധത്തിൽ അല്ലെങ്കിൽ ഡിസ്കംഫർട്ട് ഉണ്ടാക്കുന്ന വിധത്തിൽ വളരെ ടൈറ്റ് അല്ലെന്നും വളരെ സുഖകരമായ രീതിയിൽ ഘടിപ്പിച്ചിട്ടുണ്ടെന്നും ഉറപ്പാക്കുക. ക്യാപ്പ് അല്ലെങ്കിൽ ഡ്രേപ്പ് ക്ലയന്റിന്റെ വസ്ത്രങ്ങൾ പൂർണ്ണമായും കവർ ചെയ്യുകയും അവരുടെ ഷോൾഡേഴ്സിലും ബാക്കിലും വ്യാപിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. ക്ലയന്റ് കംഫർട്ടബിൾ ആണോ എന്ന് ചോദിക്കുകയും ക്യാപ്പിലും ഡ്രേപ്പിലും ആവശ്യമായ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ്സ് വരുത്തുകയും ചെയ്യുക. നിങ്ങളുടെ ടൂളുകൾ ശേഖരിച്ച് ഹെയർ കട്ടിനായി വർക്ക് സ്റ്റേഷൻ പ്രിപ്പയർ ചെയ്യുക. ക്ലയന്റ് ഡ്രേപ്ഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെയർ കട്ട് തുടരാം. ഹെയർ കട്ട് പൂർത്തിയാക്കിയ ശേഷം നിങ്ങൾക്ക് ക്യാപ്പ് അല്ലെങ്കിൽ ഡ്രേപ്പ് നീക്കം ചെയ്യാനും ലൂസ് ഹെയർ ബ്രഷ് ഓഫ് ചെയ്യാൻ ക്ലയന്റിനെ സഹായിക്കാനും കഴിയും. ഡിസ്പോസിബിൾ ഡ്രേപ്പിംഗ് മെറ്റീരിയലുകൾ ഡിസ്പോസ് ചെയ്യുക അല്ലെങ്കിൽ ഫാബ്രിക് ഡ്രേപ്സ് വൃത്തിയാക്കാനായി ഒരു നിയുക്ത ലാൻഡ്രി ഏരിയയിൽ നിക്ഷേപിക്കുക. അതുപോലെ നിങ്ങളുടെ ക്ലയന്റ് ഒരു ഹെഡ് മസാജിന് തയ്യാറാക്കുന്നതിന് മുമ്പ് അവരെ ഡ്രേപ്പ് ചെയ്യേണ്ടത് പ്രധാനമാണ്. കാരണം റിലാക്സേഷൻ ലഭിക്കുമ്പോൾ കവേർഡ് ആയിരിക്കാനും വാം ആയിരിക്കാനും ഇത് ക്ലയന്റിനെ സഹായിക്കുന്നു. ഡ്രേപ്പിംഗ് പ്രോസസ്സിനെ കുറിച്ച് ക്ലയന്റിനെ അറിയിക്കുകയും അവർ കംഫർട്ടബിൾ ആണോ എന്ന് ഉറപ്പാക്കുകയും ചെയ്യുക. ക്ലയന്റ് ഡ്രേപ്ഡും കംഫർട്ടബിളും ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെഡ് മസാജ് ചെയ്യാൻ ആരംഭിക്കാം. ക്ലയന്റ് ആഗ്രഹിക്കുന്നതുപോലെ സ്കാൽപ്പ്, ടെംപിൾസ്, നെക്ക് ഏരിയ എന്നിവയിൽ ഫോക്കസിംഗ് ചെയ്ത് ഉചിതമായ മസാജ് ടെക്നിക്സ് ഉപയോഗിക്കാം. ഹെഡ് മസാജിന് ശേഷം ടവൽ അല്ലെങ്കിൽ ഡ്രാപ്പ് നീക്കം ചെയ്ത് ക്ലയന്റിനെ സാവധാനം ഇരിക്കാൻ അനുവദിക്കുക. ചെയറിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് അവർക്ക് റിലാക്സ് ചെയ്യാൻ ഒരു നിമിഷം അനുവദിക്കുക. ഹെയർ കട്ടിനും ഹെഡ് മസാജിനും മുമ്പ് ഡ്രേപ്പിംഗിൽ നമ്മൾ കാണുന്നത് പോലെ ക്ലയന്റിനെ മേക്കപ്പിനായി തയ്യാറാക്കുമ്പോൾ ക്ലയന്റിന്റെ സ്കിന്നിനെയും വസ്ത്രത്തെയും സംരക്ഷിക്കാൻ ഡ്രേപ്പിംഗ് ഉപയോഗിക്കുന്നു. ഇത് ഇൻഫെക്ഷൻസും കോണ്ടാജിയസും പടരുന്നത് തടയുന്നു. മേക്കപ്പ് പ്രയോഗം പൂർത്തിയായി കഴിഞ്ഞാൽ ക്ലയന്റിൽ നിന്ന് ഡ്രേപ്പ് അല്ലെങ്കിൽ ക്യാപ്പ് ശ്രദ്ധാപൂർവം നീക്കം ചെയ്യുക.
ഡിസ്പോസബിൾ ഡ്രേപ്പിംഗ് മെറ്റീരിയൽ ഡിസ്പോസ് ചെയ്യുക അല്ലെങ്കിൽ ഫാബ്രിക് ഡ്രേപ്സ് വൃത്തിയാക്കാൻ ഒരു നിയുക്ത ലാൻഡ്രി ഏരിയയിൽ നിക്ഷേപിക്കുക. തെറ്റായ ഡ്രേപ്പിംഗ് ബാക്ടീരിയ ഇൻഫെക്ഷൻസിന് എങ്ങനെ കാരണമാകുന്നു എന്നതിന്റെ ചില ഉദാഹരണങ്ങൾ ഇതാ. പ്രോപ്പർ ഡ്രേപ്പിംഗ് ഇല്ലെങ്കിൽ ക്ലയന്റുകൾക്കിടയിൽ ക്രോസ് കോണ്ടാമിനേഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഡയറക്റ്റ് കോണ്ടാക്റ്റിലൂടെയോ മലിനമായ പ്രതലങ്ങളിലൂടെയോ ബാക്ടീരിയ, വൈറസ്, മറ്റ് പാത്തോജനസ് എന്നിവ ഒരു ക്ലയന്റിൽ നിന്ന് മറ്റൊന്നിലേക്ക് എളുപ്പത്തിൽ പടരുന്നു. ഇംപ്രോപ്പർ ഡ്രേപ്പിംഗ് സലൂൺ സർവീസസിൽ ഉപയോഗിക്കുന്ന ഉപരിതലങ്ങളുടെയും ടൂൾസുകളുടെയും കോണ്ടാമിനേഷനിലേക്ക് നയിച്ചേക്കാം. ക്ലയന്റുകൾക്കിടയിൽ ഡ്രേപ്പിംഗ് ഉപയോഗിക്കുകയോ മാറ്റുകയോ ചെയ്തില്ലെങ്കിൽ സലൂൺ ചെയേഴ്സ്, സ്റ്റൈലിംഗ് ടൂൾസ് അല്ലെങ്കിൽ മേക്കപ്പ് ബ്രഷസ് പോലുള്ള പ്രതലങ്ങളിൽ ബാക്ടീരിയകളും മറ്റ് മൈക്രോ ഓർഗാനിസംസും അടിഞ്ഞുകൂടും. ഈ മലിനമായ പ്രതലങ്ങൾ സ്കിന്നുമായി കോണ്ടാക്റ്റിൽ വരുമ്പോൾ അത് ഇൻഫെക്ഷനുള്ള റിസ്ക് വർദ്ധിപ്പിക്കുന്നു. പ്രോപ്പർ ഡ്രേപ്പിംഗ് ഇല്ലാതെ സലൂൺ സർവീസസിൽ ആക്സിഡന്റൽ നിക്സ്, കട്ട്സ് അല്ലെങ്കിൽ അബ്രാഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. തുറന്ന വൗണ്ട് അല്ലെങ്കിൽ ബ്രോക്കൺ സ്കിൻ അൺസാനിറ്ററി കണ്ടീഷൻസിന് വിധേയമാകുകയാണെങ്കിൽ അത് ബാക്ടീരിയ ഇൻഫെക്ഷൻസിന് ഇരയാകുന്നു. ശരിയായ ഡ്രേപ്പിംഗ് പിന്തുടരുന്നില്ലെങ്കിൽ പ്രോപ്പർ സാനിറ്റേഷൻ ഇല്ലാതെ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ മേക്കപ്പ് ബ്രഷസ് എന്നിവ പങ്കിടുകയോ വീണ്ടും ഉപയോഗിക്കുകയോ ചെയ്യുന്നതുൾപ്പെടെയുള്ള പ്രോഡക്ട്സിന്റെ ഇംപ്രോപ്പർ ഹാൻഡിലിംഗിനുള്ള സാധ്യത കൂടുതലാണ്. ഡ്രേപ്പിംഗ് ശരിയായി പാലിച്ചില്ലെങ്കിൽ ചില സമയങ്ങളിൽ സ്കാൽപ്പിലെ ബാക്ടീരിയ ഇൻഫെക്ഷൻസ് വെള്ളത്തിൽ മിക്സപ്പ് ആവുകയും ക്ലയന്റിന്റെ നെക്കിലേക്കും തോളിലേക്കും ഒഴുകുകയും ചെയ്യും. ഇത് ഇംപെറ്റിഗോ, സെല്ലുലിറ്റിസ്, അബ്സസ് മുതലായവ പോലുള്ള ഇൻഫെക്ഷൻസിലേക്ക് നയിച്ചേക്കാം. ഡ്രേപ്പിംഗ് ക്യാപ്സ് കെമിക്കൽസിനെ വസ്ത്രത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നു. ബ്ലീച്ച് അല്ലെങ്കിൽ പെർമനന്റ് ഹെയർ കളർ ഒരു വില കൂടിയ വസ്ത്രത്തെ മാറ്റാനാകാത്ത വിധം നശിപ്പിക്കും. ഓരോ ക്ലയന്റിനും ഡിസ്പോസിബിൾ അല്ലെങ്കിൽ ക്ലീൻ ഡ്രേപ്സ് അല്ലെങ്കിൽ ക്യാപ്സ് ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഹൈജീൻ പ്രാക്ടീസസ് നടപ്പിലാക്കുന്നത് ബാക്ടീരിയൽ കണ്ടമിനേഷൻസിന്റെയും തുടർന്നുള്ള ഇൻഫെക്ഷൻസിന്റെയും അപകടസാധ്യത ഗണ്യമായി കുറയ്ക്കും. ഏതെങ്കിലും തരത്തിലുള്ള സർവീസിനു വേണ്ടി ഒരു ക്ലയന്റ് ഡ്രേപ്പിംഗ് ചെയ്യുന്നതിനു മുമ്പുള്ള പ്രധാന നിർദ്ദേശങ്ങൾ ഇവയാണ്. സർവീസിനുള്ള മെറ്റീരിയൽസും സപ്ലൈസും തയ്യാറാക്കുക. ഹാൻഡ്സ് സാനിറ്റൈസ് ചെയ്യുക. കഴുത്തിലെയും ഹെയറിലെയും എല്ലാ ജ്വല്ലറികളും നീക്കം ചെയ്ത് സുരക്ഷിതമായ സ്ഥലത്ത് സ്റ്റോർ ചെയ്യാൻ ക്ലയന്റിനോട് ആവശ്യപ്പെടുക. ക്ലയന്റ്സിന്റെ ഹെയറിൽ നിന്ന് വസ്തുക്കൾ നീക്കം ചെയ്യുക. ക്ലയന്റ്സിന്റെ കോളർ അകത്തേക്ക് തിരിക്കുക. ഉചിതമായ ഡ്രേപ്പിംഗ് രീതി തുടരുക. ചർച്ച ചെയ്ത പ്രധാന പോയിന്റുകൾ നമുക്ക് പുനർവിചിന്തനം ചെയ്യാം. സർവീസ് സ്വീകരിക്കുന്നതിന് മുമ്പ് ക്ലയന്റ്സിന്റെ ശരീരത്തിന്റെ മുകൾ ഭാഗത്തിന് ചുറ്റും ഒരു ക്യാപ്പ് ഇടുന്ന പ്രക്രിയയാണ് ഡ്രേപ്പിംഗ്. ഹെഡ് മസാജ് ചെയ്യുമ്പോൾ ക്ലയന്റിനെ കവർ ചെയ്തിരിക്കാനും റിലാക്സേഷൻ ചെയ്യുമ്പോൾ വാം ആയിരിക്കാനും ഡ്രേപ്പിംഗ് അനുവദിക്കുന്നു. ഹെയർ കട്ട് ഡ്രേപ്പിംഗ് ചെയ്യുമ്പോൾ അവരുടെ വസ്ത്രങ്ങൾ വൃത്തിയായി സൂക്ഷിക്കാൻ ടവൽസും ഡിസ്പോസബിൾ ഷീറ്റ്സും ഉപയോഗിക്കുക. ഇതോടെ ഈ സെഷന്റെ അവസാനത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. ക്ലയന്റ് ഡ്രേപ്പിംഗിനെ കുറിച്ച് നിങ്ങൾക്ക് നല്ല ധാരണ ലഭിച്ചിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോ സെഷനിൽ കാണാം.